സോ കഴിഞ്ഞ സെഷൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്താണെന്ന് പറഞ്ഞു. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ജനറൽ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ജനറൽ ഫോമിൽ നിന്ന് എങ്ങനെ നമ്മൾ ഫാക്ടേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫാക്ടേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കൊരു ജനറൽ ഫോർമാറ്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സാധിക്കുമെങ്കിൽ നമുക്ക് എങ്ങനെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സംബന്ധിച്ച് അതിൻ്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് ആയിരുന്നു ഉള്ളത്. സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻ ബൈ യൂസിങ് എ ഫോർമുല. അതിനകത്ത് ഫാക്ടറൈസേഷൻ മെത്തേഡ് അഥവാ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്തിനെ കണ്ടുപിടിച്ചു? സൊല്യൂഷൻസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ യൂസിങ് ഫോർമുല. For a quadratic equation ax square plus bx plus c is equal to 0, the roots are x is equal to minus b plus or minus root of b square minus 4ac by 2a. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ബി, കോൺസ്റ്റൻ്റ് അഥവാ എക്സ് റേസ് 0യുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? സി. അങ്ങനെയെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് നമ്മളൊരു ഫോമുല ഉപയോഗിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫോമുല എങ്ങനെയാണ് ഇടുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിവിടെ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ടേം ഏതാ? ബി സ്ക്വയർ മൈനസ് 4ac. ഈ ടേമിനെ നമ്മൾ ജനറലായിട്ട് വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനൻറ്റ്. ഡിസ്ക്രിമിനൻ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഈസ് ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റ. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0യെ സംബന്ധിച്ച് ഇതിനകത്ത് എക്സിന് എത്ര റൂട്ട്സ് ഉണ്ട്? 2 റൂട്ട്സ് ഉണ്ട്. ആ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് പുതിയൊരു ഓപ്പറേഷൻ ഒന്നുമല്ല. ആദ്യം നമ്മൾ ഇവിടെ എത്ര റൂട്ട്സ് ഉണ്ടെന്ന് പറയുന്നത് എക്സിന് എത്ര റൂട്ട്സ് ഉണ്ട്? 2 റൂട്ട്സ് ഉണ്ട്. ഫസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതാണ് എക്സിൻ്റെ ഒരു റൂട്ട്. ആൻഡ് ദ സെക്കൻഡ് റൂട്ട് ഈസ് മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ആദ്യം നമ്മൾ ഈ ഇക്വേഷനകത്ത് പ്ലസ് അപ്ലൈ ചെയ്ത് ചെയ്യുന്നു, രണ്ടാമത് ഇക്വേഷനകത്ത് മൈനസ് അപ്ലൈ ചെയ്ത് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ ഇക്വേഷനകത്ത് ഈ ഫോമുല ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കുന്നത്? റൂട്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ടേം അതിന് എന്തെന്ന് വിളിക്കും? നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കും. ഡിസ്ക്രിമിനൻറ്റ് നമ്മൾ സാധാരണ ഡിസ്ക്രിമിനൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചാണ്, ദാറ്റ് ഈസ് ഡെൽറ്റ. ഇനി എന്തിനാണ് ഞാനിവിടെ ഡിസ്ക്രിമിനൻറ്റിനെ സ്പെസിഫൈ ചെയ്തത്? ആ ഡിസ്ക്രിമിനൻ്റായ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന വാല്യൂവിന് ഈ ഇക്വേഷൻ്റെ റൂട്ട്സിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ആ ഡിസ്ക്രിമിനൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ, ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന വരുന്ന വാല്യൂവിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ റൂട്ട്സിനെ പറ്റി, അതായത് എക്സിൻ്റെ വാല്യൂസിനെ പറ്റി ചില കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ബൈ യൂസിങ് ദ വാല്യൂസ് അല്ലെങ്കിൽ by analyzing the nature of b square minus 4ac, that is the discriminant of the corresponding quadratic equation, we can conclude the nature of the solutions of the quadratic equation. അതായത് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഡിസ്ക്രിമിനൻ്റ് വാല്യൂ അതിൻ്റെ നേച്ചറിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ നേച്ചർ നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. So, the nature of roots of a quadratic equation in terms of the discriminant, അതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഡിസ്ക്രിമിനൻ്റ് ടേംസിൽ നമുക്ക് എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ നേച്ചറിനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളത് ഞാനൊരു ടേബിളായിട്ട് സിംപ്ലിഫൈഡ് ഫോം ഞാൻ അങ്ങ് എഴുതിയേക്കുവാണ്. ഏതൊരു നമ്പറാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കും, എക്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a.
അതൊരു വാല്യൂ ആണ്, ഒരു നമ്പറാണ് അല്ലേ. ദാറ്റ് ഈസ് അതിനകത്ത് ആ ഡിസ്ക്രിമിനൻറ്റും അതായത് B² - 4AC എന്തായിരിക്കും, ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ, നമ്പറുകൾ ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും അല്ലേ. 3 രീതിയിൽ നമുക്ക് എന്തെഴുതാൻ പറ്റത്തുള്ളൂ, നമ്പേഴ്സ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് എഫ്റ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആകാം, 0 ആകാം, പോസിറ്റീവ് നമ്പേഴ്സ് ആകാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 3 രീതിയിലാണ് എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, B² - 4AC എന്ന് പറയുന്ന ആ ഡിസ്ക്രിമിനൻ്റ് ആയിട്ട് കിട്ടുന്ന നമ്പർ, ആ വാല്യൂവിന് നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ബി എയ്തർ ലെസ് ദാൻ 0 ഓർ ഈക്വൽ ടു 0 ഓർ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ B² - 4AC എന്ന് പറയുന്ന വാല്യൂ 0യേക്കാൾ കുറവാണെങ്കിൽ, ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെ വരുന്ന പ്രത്യേകത, ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂവിനകത്ത് ഇറ്റ് ബിക്കം -b ± റൂട്ട് ഓഫ് എന്ത് വരും, ഒരു നെഗറ്റീവ് വാല്യൂ വരും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരിക്കലും റൂട്ടിനകത്ത് എന്ത് വരാൻ പറ്റില്ല, നെഗറ്റീവ് വാല്യൂസ് പറ്റില്ല. അതായത് നെഗറ്റീവ് വാല്യൂ ആണ് റൂട്ടിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, റിയൽ വാല്യൂസ് അതിൻ്റെ സൊല്യൂഷനായിട്ട് ഉണ്ടാവില്ല. അഥവാ നമ്മൾ ഇത്ര നാൾ പഠിച്ചെന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ സിസ്റ്റം വരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നമ്പർ സിസ്റ്റം, കോംപ്ലക്സ് നമ്പർ സിസ്റ്റം ഉണ്ട്, ഇമാജിനറി പാർട്ടൊക്കെ വരുന്ന നമ്പർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ റിയൽ വാല്യൂസ് എന്ത് വരില്ല, റൂട്ട്സ് ആയിട്ട്, നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, അതുകൊണ്ട് പോയിന്റ് ഇട്ട് വരുന്ന നമ്പേഴ്സ്, ഡെസിമൽ നമ്പേഴ്സ്, ഇതൊന്നും ഈ ടൈപ്പ് നമ്പേഴ്സ് ഒന്നും എന്ത് വരില്ല, ഈ തരത്തിലുള്ള ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ഒരു എക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തായിട്ട് വരില്ല, റൂട്ടായിട്ട് വരില്ല. അതാ പറഞ്ഞേക്കുന്നത്. ഇഫ് B² - 4AC ലെസ് ദാൻ 0 ദെൻ ദെയർ എക്സിസ്റ്റ് നോ റിയൽ റൂട്ട്സ്. അവിടെ എന്തുണ്ടാവില്ല, റിയൽ റൂട്ട്സ് ഒരിക്കലും ഉണ്ടാവില്ല. അഥവാ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന 2 റൂട്ടുകൾ, എത്ര റൂട്ട് ഉണ്ടാവുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സംബന്ധിച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര റൂട്ട്സ് ഉണ്ട്, 2 റൂട്ട്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ എക്സിസ്റ്റ് ചെയ്യുന്ന 2 റൂട്ട്സും എന്തായിരിക്കും, കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും. അതായത് റിയൽ നമ്പർ സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് ഉള്ളൊരു കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് വരുന്ന 2 കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് എക്സിസ്റ്റ് ചെയ്യുന്ന റൂട്ട്സ്. Then the next one is if B² - 4AC equal to 0, അതായത് ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൂട്ടിനകത്ത് കിട്ടുന്ന വില B² - 4AC ആയ ഈ ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന 2 റൂട്ട്സ്, എക്സിൻ്റെ വാല്യൂ കിട്ടുന്ന 2 റൂട്ട്സും ദേ ആർ ഈക്വൽ ആൻഡ് റിയൽ റൂട്ട്സ്. വി ഒബ്റ്റെയിൻ 2 ഈക്വൽ റിയൽ റൂട്ട്സ്, 2 ഈക്വൽ ആയിട്ടുള്ള റിയൽ വാല്യൂസ് ആയിരിക്കും, റിയൽ റൂട്ട്സ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഈ കണ്ടീഷൻ ഒബേ ചെയ്യുന്ന അഥവാ ഡിസ്ക്രിമിനൻ്റ് 0 ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിട്ട് വരുന്നത് ഇറ്റ് വിൽ ഹാവ് 2 ഈക്വൽ റിയൽ റൂട്ട്സ്. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? ഇനി എന്താകുന്നത്, B² - 4AC ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0. B² - 4AC ലെവൽ എന്താവാം, പോസിറ്റീവ് അഥവാ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് വരാം. അങ്ങനെ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ആ കണ്ടീഷൻ നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഈ റൂട്ടിനകത്തൊരു പോസിറ്റീവ് വാല്യൂ വന്നാൽ ആ പോസിറ്റീവ് വാല്യൂ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാം. ഫോർ എക്സാമ്പിൾ 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറാണ് അല്ലേ. 9 എന്തിൻ്റെ സ്ക്വയറാണ്, 3യുടെ സ്ക്വയറാണ്. 25 എന്തിൻ്റെ സ്ക്വയറാണ്, 5ൻ്റെ സ്ക്വയറാണ്. അങ്ങനെ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളൊരു വാല്യൂ എന്ത് വരാം, ഈ B² - 4ACയുടെ പൊസിഷനിൽ വരാം. അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഈ ഡിസ്ക്രിമിനൻ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ദെൻ വി ഒബ്റ്റെയിൻ 2 അൺഈക്വൽ റാഷണൽ റൂട്ട്സ്. അതായത് അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രസൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന 2 റൂട്ടുകളും ഈക്വൽ ആയിരിക്കത്തില്ല, വ്യത്യസ്തമായ റൂട്ട്സ് ആയിരിക്കും. 2 റൂട്ട്സും വ്യത്യസ്തമായിരിക്കും. എൻ്റെ റാഷണൽ റൂട്ട്സ് ആയിരിക്കും. ഫ്രാക്ഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള റാഷണൽ റൂട്ട്സ് ആയിരിക്കും എവിടെ വരുന്നത്, ഈ B² - 4AC ഗ്രേറ്റർ ദാൻ 0 ആവുകയും ആൻഡ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആവുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇഫ് B² - 4AC ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തൊരു നമ്പറാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ 15 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലേ. 15 നമുക്ക് ഒരിക്കലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെയാണ് B² - 4AC ഗ്രേറ്റർ ദാൻ 0 ആവുകയും ദാറ്റ് വാല്യൂ ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ആവുകയും ചെയ്താൽ ദെൻ we have to
ടു അൺഈക്വൽ ഇറാഷണൽ റൂട്ട്സ്. അവിടെ നമുക്ക് കിട്ടുന്നത് രണ്ട് അൺഈക്വൽ വ്യത്യസ്തമായ റൂട്ട്സ് ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും. അവ എന്തായിരിക്കും? ഇറാഷണൽ റൂട്ട്സ് ആയിരിക്കും. ഫ്രാക്ഷൻ ഫോമിലൊന്നും എഴുതാൻ പറ്റാത്ത ഇറാഷണൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും എന്തായിട്ട് കിട്ടുന്നത്? റൂട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ റാഷണൽ ആൻഡ് ഇറാഷണൽ കേസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദർഫോർ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ നേച്ചർ ഓഫ് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ മീൻസ് ഓഫ് ദ ഡിസ്ക്രിമിനന്റ് വി ക്യാൻ സേ ദാറ്റ് ദർ ആർ ത്രീ പോസിബിലിറ്റീസ്. ജനറലായിട്ട് പറഞ്ഞാൽ 4 പോസിബിലിറ്റീസ് ഉണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആവുന്ന കേസ് അവിടെ നോ റിയൽ റൂട്ട്സ് ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ 2 ഈക്വൽ റിയൽ റൂട്ട്സ് ആയിരിക്കും. ആൻഡ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആവുകയും അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുകയും ചെയ്താൽ 2 അൺഈക്വൽ റാഷണൽ റൂട്ട്സും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ദെൻ വി ഒബ്റ്റെയിൻ 2 അൺഈക്വൽ ഇറാഷണൽ റൂട്ട്സ്. സോ നമ്മൾ പ്രോബ്ലം പാർട്ടിലേക്ക് കടക്കുകയാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സോൾവ് 5x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഈ ക്വസ്റ്റ്യന് ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വേരിയബിൾ എക്സ് ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രത്യേകത, ഇതിന് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഒന്ന് ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡും, ദാറ്റ് ഈസ് മെത്തേഡ് ബൈ ഫാക്ടേഴ്സ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബൈ ദ യൂസിങ് ഫോർമുല. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ പാടായിരിക്കും സോൾവ് ചെയ്യാൻ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ നമുക്ക് b/a ആയിട്ട് കിട്ടുന്നതൊക്കെ ഫ്രാക്ഷൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് ആൽഫയുടെയും ബീറ്റയുടെയും സം എന്തായിട്ട് കിട്ടും? ഫ്രാക്ഷൻസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഫ്രാക്ഷൻസ് പോസിബിൾ ആവുന്ന രീതിയിൽ നമുക്ക് കിട്ടും. സോ അങ്ങനെ വരികയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഒരു ഫ്രാക്ഷനാണ് നമുക്ക് വരുന്നതെങ്കിൽ അങ്ങനെ വരുന്ന നമ്പേഴ്സ്, അത് ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കാൻ നമുക്ക് എന്തായിരിക്കും? പാടായിരിക്കും. സോ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇത് നിങ്ങൾ ഈ സെയിം കേസ് നിങ്ങൾ എന്ത് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബൈ മെത്തേഡ് ഓഫ് ഫോർമുല ഉപയോഗിക്കാം. അങ്ങനെ ഫോർമുലയുടെ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. That is, consider the equation 5x square plus 11x plus 6 is equal to 0. ഇതിനെ സോൾവ് ചെയ്യാൻ അഥവാ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതായത് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. Therefore, x is equal to, the formula can be written as minus b plus or minus b square root of b square minus 4ac by 2a. ഹിയർ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്. ബി എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. സി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് ടേം അഥവാ എക്സ് റൈസ് ടു 0യുടെ കോഎഫിഷ്യൻറ്റ്. ദെയർഫോർ ഹിയർ എ ഇസ് ഈക്വൽ ടു 5, ബി ഇസ് ഈക്വൽ ടു 11 ആൻഡ് സി ഇസ് ഈക്വൽ ടു 6. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു -11 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 11 square minus 4 into 5 into 6 by 2 into 5, which is equal to -11 plus or minus root of 11 square is 121 minus 4 into 5 into 6 is 120 by 5 into 2 is 10, which is equal to -11 plus or minus root of 1 by 10, which is equal to -11 plus or minus root 1 can be written as 1, which is equal to 10. ഏത് നമ്പറിൻ്റെ റൂട്ട് നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. Therefore, root of 1 is 1, that is -11 plus or minus 1 by 10. Therefore, x is equal to, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലസ് ഓർ മൈനസിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. That is, x can be -11 plus 1 by 10 or -11 minus 1 by 10, which is equal to -11 plus 1 is -10 by 10 or -11 minus 1 is -12 by 10. Therefore, x is equal to -10 by 10 is -1 or -12 by 10 is -6 by
5. Therefore, the two roots of the quadratic equation 5x square plus 11x plus 6 is equal to 0 are x is equal to minus 1 and x is equal to minus 6 by 5. The next question is solve root of 3x minus 5 is equal to x minus 3. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതിൻ്റെ ടേമിലാണ്? എക്സിൻ്റെ ഫസ്റ്റ് പവറാണ്. നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്കതൊരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താണ്, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഏറ്റവും എക്സിൻ്റെ മാക്സിമം പവർ എത്രയാണ്? എന്താണ്? 1 ആണ് അല്ലേ? പക്ഷേ ഈ ഇക്വേഷൻ്റെ പ്രത്യേകത, ഈ ഇക്വേഷനകത്ത് എന്തുണ്ട്? റൂട്ടുണ്ട് അല്ലേ? ഈ റൂട്ടെന്ന് പറയുന്ന സിമ്പലിനകത്ത് നമ്മളുടെ വേരിയബിൾ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വേരിയബിൾ ഏതാ? എക്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്ന സിമ്പലിനകത്ത് നമ്മളുടെ വേരിയബിളിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ ഇക്വേഷനെ എടുത്തിട്ട് അതിനകത്ത് നിന്ന് എന്തിനെ റിമൂവ് ചെയ്യുക? റൂട്ടിനെ ആദ്യം റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, റൂട്ടിനകത്ത് നമ്പർ കിടക്കുമ്പോഴല്ല, നമ്മുടെ വേരിയബിൾ ഏതാണോ ആ വേരിയബിൾ ഈ റൂട്ടിനകത്ത് കിടക്കുകയാണെങ്കിൽ ആ റൂട്ടിൻ്റെ അകത്ത് നിന്ന് എന്തിനെ ആ വേരിയബിളിൻ്റെ ആ വേരിയബിളിൽ നിന്ന് എന്തിനെ റിമൂവ് ചെയ്യണം? റൂട്ടിൻ്റെ പ്രസൻസിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് ജോബ്. ഫസ്റ്റ് വി ഹാവ് ടു റിമൂവ് ദ പ്രസൻസ് ഓഫ് റൂട്ട് ഫ്രം ദിസ് ഇക്വേഷൻ. ഫോർ ദാറ്റ് കൺസിഡർ ദ ഗിവൺ ഇക്വേഷൻ റൂട്ട് ഓഫ് 3x മൈനസ് 5 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3. ഈ റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും റൈസ് ടു 1/2 എന്ന്, ദാറ്റ് ഈസ് റൂട്ട് എ ഇസ് ഈക്വൽ ടു എ റൈസ് ടു 1/2 എന്ന്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൻ്റെ പ്രസൻസ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ റൂട്ടിനെ നമ്മൾ ഹോളായിട്ട് സ്ക്വയറിൻ്റെ പവർ എടുത്തത്, അതായത് പവർ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ റൈസ് ടു 1/2 എന്ന്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ 1/2ൻ്റെ റെസിപ്രോക്കൽ എന്തുവാ? 2 ആണ്. അപ്പോൾ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൂട്ടിൻ്റെ അങ്ങ് പവർ എടുക്കും. therefore it become equal to a. അതായത് റൂട്ട് എന്ന് പറയുന്ന ആ ഒരു സിമ്പലിനെ റിമൂവ് ചെയ്യാൻ ആ ഹോൾ ടേമിനെ എന്തുകൊണ്ട് ഇത് ചെയ്താൽ മതി? പവർ ചെയ്താൽ മതി. 2 കൊണ്ട് പവർ ചെയ്താൽ. ആ 2 ഇടുന്ന വരുന്നതെന്ന് വെച്ചാൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റൈസ് ടു 1/2 ആണ്. 1/2ൻ്റെ ഓപ്പോസിറ്റ് അഥവാ റെസിപ്രോക്കൽ എത്രയാണ്? 2. therefore 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പവർ എടുക്കും. therefore റൂട്ട് ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്തായിട്ട് മാറും? എ ആയിട്ട് മാറും. therefore നമുക്ക് മനസ്സിലായി ഈ റൂട്ടിനെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവർ റൈസ് ടു 2 എടുത്താൽ മതി എന്ന് മനസ്സിലായി. therefore നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരു ഇക്വേഷനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ആ ചെയ്യുന്ന പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇക്വാളിറ്റിക്ക് വ്യത്യാസം വരും. സോ നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. We get root of 3x minus 5 the whole square is equal to x minus 3 the whole square എന്ന് കിട്ടും. therefore ഇവിടെ സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി എന്ത് വരും? 3x minus 5 is equal to, ഇതിപ്പോൾ ഏത് ഫോമാറ്റില്ല? a minus b ദ ഹോൾ സ്ക്വയർ എന്നാണ് ഫോമുല കിടക്കുന്നത് അല്ലേ? എക്ക് പകരം എന്ത് വന്നേ ഉള്ളൂ? എക്സ് എന്നും ബിക്ക് പകരം 3 എന്നും വന്നേ ഉള്ളൂ. therefore a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് ഫോമുല കിടക്കുന്നത്. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? a minus b the whole square is equal to a square minus 2ab plus b square ആണ്. therefore corresponding ആയിട്ട് ഇവിടെ എന്ത് വരും? x square minus 2 into x into 3 plus 3 square, that is 3x minus 5 is equal to x square minus 2 into 3, it is minus 6x plus 3 square is 9. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ്റെ വേരിയബിൾസിനെല്ലാം എന്ത് ചെയ്യുന്നു? ഒരു സൈഡ് അല്ലെങ്കിൽ എല്ലാ ടേംസിനും ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എന്തോ ആക്കുന്നു? 0 ആക്കുന്നു. therefore ഈ ടേംസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് 0. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുക. therefore 0 is equal to ഉണ്ടായിരുന്ന എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ദാറ്റ് ഈസ് 3x ഇവിടെ വരുമ്പോൾ മൈനസ് 3x ആവും. മൈനസ് 5 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 5 ആയിട്ട് മാറും. therefore 0 is equal to ഇവിടെ ഉള്ള ഒരേ ഒരു എക്സ് സ്ക്വയർ. ഇനി എക്സിൻ്റെ എത്ര ടേംസ് ഉണ്ട്? മൈനസ് 6x ഉണ്ട്, മൈനസ് 3x ഉണ്ട്. therefore ടോട്ടൽ മൈനസ് 9x, again 9
plus 5 is equal to 14. 14x എന്ന് 14 എന്ന് കിട്ടും. Therefore it become the equation become x square minus 9x plus 14 is equal to 0. ഇതിപ്പോൾ ഏത് ഫോമായി? നമ്മുടെ ജനറൽ ഫോമായ ax² plus bx plus c is equal to 0 എന്ന് പറയുന്ന ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഇക്വേഷൻ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് എന്തുണ്ടായിരുന്നു? റൂട്ട് ഉണ്ടായിരുന്നു. ആ റൂട്ട് ഉണ്ടായിരുന്ന ഇക്വേഷൻ നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തതിന് ശേഷം സിംപ്ലിഫൈഡ് അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഒരു ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതി. ഇനി ഇതിനെ സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. കാരണം എന്താ? നമുക്ക് ഓൾറെഡി രണ്ട് മെത്തേഡ്സ് അറിയാം. ഏതൊക്കെയാ? ഏതർ ബൈ യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഓർ ബൈ യൂസിങ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഹിയർ a is equal to 1, b is equal to -9 and c is equal to 14. Therefore x can be written as -b plus or minus root of b² minus 4ac by 2a which is equal to minus of -9. ഇവിടെ b എന്താണ്? -9. ഫ്രണ്ടിൽ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് ഓഫ്, ഈ മൈനസ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന മൈനസ്, b എന്താണ്? -9 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b², -9ൻ്റെ സ്ക്വയർ 81 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എത്ര? 1 which is equal to minus of -9 is 9 plus or minus root of 81 minus 56 by 2. That is equal to 9 plus or minus root of 25 by 2. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ വിട്ടുപോയി, അതിനോടൊന്ന് നോക്കണം. ഇവിടുത്തെ ഡിസ്ക്രിമിനൻ്റ് എത്രയാണ്? 25. എന്താണിത്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. 0യേക്കാൾ വലിയൊരു വാല്യൂ ആണ്. b² minus 4ac ഹിയർ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ദ റൂട്ട് വിൽ ബി 2 അൺഈക്വൽ റൂട്ട്സ് ആയിരിക്കും. കൂടാതെ ഏത് ക്വാണ്ടിറ്റീസ് ആയിരിക്കും? റാഷണൽ വാല്യൂസും ആയിരിക്കും. ഇതേപോലെ നമുക്ക് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 9 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 ഇസ് 5 the whole divided by 2. Therefore x can be 9 plus 5 by 2 or 9 minus 5 by 2. That is x is equal to 9 plus 5 14 by 2, that is 7, or 9 minus 5, that is 4 by 2, which is equal to 2. Therefore നമുക്ക് കിട്ടിയ ഈ റൂട്ട്സ് എക്സ്, ഈ ഫോർമുല അനുസരിച്ച് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എക്സ് ഇസ് ഈക്വൽ ടു 7 or 2 ആയിരിക്കും. ഈ രണ്ട് വാല്യൂസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. കൂടാതെ എന്താണ്? ഇവ റാഷണൽ വാല്യൂസ് ആണ്. ദർഫോർ നമുക്ക് ഒരു കാര്യം നമുക്ക് വെരിഫൈ ചെയ്യാം. b² minus 4ac എന്ന് പറയുന്ന ഡിസ്ക്രിമിനൻ്റ് 0 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയറും കൂടാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, എക്സിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? ദേ ആർ 2 അൺഈക്വൽ റാഷണൽ വാല്യൂസ് ആയിരിക്കും. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം. സൈഡിൽ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്യുക. സോൾവ് റൂട്ട് ഓഫ് x² minus 2x plus 49 മൈനസ് റൂട്ട് ഓഫ് x² minus 2x plus 16 ഈക്വൽ ടു 3. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ രണ്ട് ടേമിനകത്ത് എന്ത് വരുന്നുണ്ട്? റൂട്ട്സ് വരുന്നുണ്ട് അല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം കൺസിഡർ ദ ഗിവൺ ഇക്വേഷൻ. കൺസിഡർ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൂട്ടുള്ള ഓരോ ടേമിനും ഞാൻ ഓരോ പേരും കൊടുക്കുന്നു. ദാറ്റ് ഈസ് ലെറ്റ് ദ ഫസ്റ്റ് ടേം ബി എ ആൻഡ് ദ സെക്കൻഡ് ടേം ബി ബി. അതായത് ആദ്യത്തെ ഈ റൂട്ട് ഇൻക്ലൂഡിങ് ദ റൂട്ട് ഉൾപ്പെടെ ഈ ടേമിനെ എന്ത് വിളിക്കുന്നു? എ എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ലെറ്റ് റൂട്ട് ഓഫ് x² minus 2x plus 49 is equal to a. And the second term root of x² minus 2x plus 16 is equal to b. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. therefore ഇക്വേഷൻ നമ്പർ 1 becomes എങ്ങനെ മാറി വരും? that is a minus b is equal to
3 എന്ന് എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഉണ്ടാകുന്ന ചേഞ്ച് ഇവിടെ നമ്മൾ പറഞ്ഞു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 49 ഈക്വൽ ടു ആണെന്ത് എ. ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് ദാറ്റ് വിച്ച് ഇംപ്ലൈസ് ഈ രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു സ്ക്വയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റൂട്ടുമായിട്ട് എന്ത് ചെയ്തു പോകും, റൂട്ടിനെ ആ സ്ക്വയർ അങ്ങ് എലിമിനേറ്റ് ചെയ്യും. ദെർഫോർ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 49 ആ റൂട്ടും സ്ക്വയറും കൂടെ പോയിട്ട് ബാക്കി എന്ത് വരും, ബാക്കി ആ റൂട്ടിനകത്ത് കിടക്കുന്ന വാല്യൂസ് മാത്രം വരും. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ സ്ക്വയർ ഇറ്റ് ബിക്കം എ സ്ക്വയർ. സിമിലർലി ഈ രണ്ടാമത്തെ ടേമിന് നമ്മൾ എന്ത് ചെയ്യുന്നു സ്ക്വയർ ചെയ്യും, രണ്ടാമത്തെ ഇക്വേഷനെ സ്ക്വയർ ചെയ്യാണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ഈ റൂട്ട് കിടക്കുന്ന സൈനും റൂട്ട് എന്ന് പറയുന്ന റിലേഷൻഷിപ്പും ആ സ്ക്വയർ എന്ന റിലേഷൻഷിപ്പും നമ്മൾ എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്ത് പോയതിന് ശേഷം ബാക്കിയുടെ എന്തുമാത്രം കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 16 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ഈസ് ബി സ്ക്വയർ അല്ലേ. ദെർഫോർ അങ്ങനെയെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തായിരിക്കും, എ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എത്ര, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 49 എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് അതാത് ഇക്വേഷൻ ഞാൻ കൊടുത്തു. മൈനസ് ബി സ്ക്വയറിൻ്റെ വില എന്താണ്, എക്സ് സ്ക്വയർ, അത് മൈനസ് കഴിഞ്ഞിട്ടായതുകൊണ്ട് ഒരു ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്യുക, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 16. Therefore, a square minus b square is equal to സിംപ്ലിഫൈ ചെയ്യാണ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 49. ഈ മൈനസ് ഞാൻ അകത്തേക്ക് കൊടുക്കുകയാണ്. Therefore, ഈ മൈനസ് ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് 2x മൈനസ് ഇൻറ്റു മൈനസ് ആകുമ്പോഴത്തേക്കും പ്ലസ് ആവും പ്ലസ് 2x മൈനസ് ഇൻറ്റു പ്ലസ് 16. Therefore, മൈനസ് 16. ഇനി എന്ത് ചെയ്യുന്നു സിംപ്ലിഫൈ ചെയ്യുന്നു. ദെർഫോർ എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും തമ്മിൽ എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് 2x പ്ലസ് 2x തമ്മിൽ എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 49 മൈനസ് 16, 49 മൈനസ് 16 ഈസ് 33. Therefore, we can conclude that a square minus b square is equal to 33. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എന്തായിരുന്നു, നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. എ മൈനസ് ബിയുടെ വാല്യൂ 3 ആണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ 33 ആണ് അല്ലേ. ഞാൻ ചെയ്യാൻ പോകുന്നത് ലെറ്റ് ദിസ് ഇക്വേഷൻ ബി ഇക്വേഷൻ നമ്പർ 1 അല്ല കൊടുത്തുള്ളൂ 2 ആൻഡ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. ആൻഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ നമ്പർ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2. That is a square minus b square is equal to 33 divided by a minus b equal to 3. നമ്മുടെ ഇക്വാലിറ്റി വെച്ച് എനിക്ക് എന്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, ഡിവിഷനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. Therefore, a square minus b square by a minus b equal to 33 by 3. ഇനി ഈ തന്നിരിക്കുന്ന എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതൊരു ജനറൽ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഫോർമുല ഓർത്ത് വെക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ ആ ജനറൽ ഫോർമുല ഉപയോഗിക്കുമ്പോഴത്തേക്കും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ദെർഫോർ ദി ഇക്വേഷൻ ബിക്കം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു 33 by 3 എന്ന് കിട്ടും. ഇനി നോക്കുക, മുകളിലും താഴെ എന്തിൻ്റെ ടേം ഉണ്ട്, എ മൈനസ് ബിയുടെ ടേം ഉണ്ട്. ദെർഫോർ അവ നമ്മൾ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. വാട്ട് അബൌട്ട് ദിസ് വൺ, 3 1s are 3 and what about 33, 11 into 3s are 33. Therefore, the given equation can be written as a plus b by 1 is equal to 11 by 1 or implies a plus b is equal to 11 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എ പ്ലസ് ബി ഇപ്പോൾ എത്രയാണെന്ന് കിട്ടി, 11 ആണെന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇക്വേഷൻ നമ്പർ 2 നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നൊരു കാര്യമുണ്ട്, എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എത്ര ആണ്, 3 ആണ്. ഇവ തമ്മിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നു. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ, ദേ ആർ 2 simultaneous equations in
two variables A and B. Linear simultaneous equations in two variables ആയ എയും ബിയിലും ഉള്ളതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അവയെ തമ്മിൽ എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈ ചെയ്യുന്നു. either we can use the method of elimination or by method of cross multiplication. ഞാനിപ്പോൾ ജസ്റ്റ് method of cross multiplication ഉപയോഗിച്ച് ചെയ്യുകയാണ്. therefore ഇവിടെ എയുടെ കോഎഫിഷ്യൻസ് 1, ബിയുടെ കോഎഫിഷ്യൻസ് +1 -1 ആണ്. therefore എന്ത് ചെയ്യുന്നു? രണ്ട് ഇക്വേഷൻസിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ബിക്കം പ്ലസ് ആകുമ്പോഴത്തേക്കും a + a = 2a plus b minus b is equal to 0 is equal to 11 plus 3 is 14. ഒന്നെങ്കിൽ നമുക്ക് എലിമിനേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചെയ്യാം. രണ്ട് കേസിലെ ആൻസേഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. therefore we can say that 2a is equal to 14 and hence a is equal to 14/2 which is equal to 7. അപ്പോൾ എയുടെ വാല്യൂ എന്തെന്ന് കിട്ടി? 7 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ബിയുടെ വാല്യൂ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് എക്ക് പകരം എന്ത് കൊടുക്കുക? 7 കൊടുക്കുക. therefore a plus b is equal to 11, that is 7 plus b is equal to 11. therefore b is equal to 11 minus 7 which is equal to 4. therefore ബിയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതായിരുന്നില്ല. എന്താണ്? ഈ തന്നിട്ടുള്ള ഇക്വേഷനെ സോൾവ് ചെയ്യുക. ആ തന്നിട്ടുള്ള ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ തന്നിട്ടുള്ള ഇക്വേഷനകത്ത് ഏതാണോ വേരിയബിൾ ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് സോൾവ് ചെയ്ത് നിൽക്കുന്ന ഇക്വേഷനകത്ത് വേരിയബിൾ ഏതാണ്? എക്സ് ആണ് അല്ലേ? എക്സിൻ്റെ വാല്യൂ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഏത് വാല്യൂസാണ്? എയുടെയും ബിയുടെയും വാല്യൂസാണ് കിട്ടിയേക്കുന്നത് അല്ലേ? അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇപ്പം നമുക്ക് കിട്ടിയ എയുടെ വാല്യൂസായ 7-ൽ നിന്നും ബിയുടെ വാല്യൂ ആയ 4-ൽ നിന്നും എന്തിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന രണ്ട് ഇക്വേഷൻസ്, അതായത് x² - 2x + 49 is equal to a² എന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിരുന്നു. ആൻഡ് ഓൾസോ x² - 2x + 16 is equal to b² എന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നു. ആ രണ്ട് ഇക്വേഷൻ ഒന്നും കൂടെ കൺസിഡർ ചെയ്യാം. അതിനകത്ത് എയുടെ വാല്യൂ a² വാല്യൂ ആണ് വേണ്ടത് അല്ലേ? ഈ സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതേപോലെ എഴുതുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുകൊണ്ട്? a² വാല്യൂ വേണമായിരുന്നു. ഇവിടെ a എത്രയാണെന്ന് കിട്ടി? 7 ആണെന്ന് കിട്ടിയ സ്ഥിതിക്ക് therefore a² become 49 ആവും. ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ഇക്വേഷൻ അവിടെ എന്തിൻ്റെ വാല്യൂ വേണമായിരുന്നു? b² വാല്യൂ ആയിരുന്നു വേണ്ടത്. ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. therefore the second equation become x² - 2x + 16 is equal to 16. ഇനി നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം എന്തായിരിക്കണം? ax² + bx + c is equal to 0. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫോമുല ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണെങ്കിലും സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തോ ആയിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ 0 ആക്കും. ദാറ്റ് ഈസ് ഈ 49 എവിടോട്ട് കൊണ്ടുവരുന്നു? LHSലേക്ക് കൊണ്ടുവരുന്നു. ഈ കേസിലും 16 എവിടെ കൊണ്ടുവരുന്നു? LHSലേക്ക് കൊണ്ടുവരുന്നു. therefore the given equation become x² - 2x. ഈ +49 -49 ക്യാൻസൽ ചെയ്യും. ബാക്കി ഈക്വൽ ടു 0 ആൻഡ് ഹിയർ ഓൾസോ x² - 2x. ഈ +16 -16 ക്യാൻസൽ ഔട്ട് ചെയ്യും വിച്ച് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ്, ഈ ഫസ്റ്റ് ഇക്വേഷനും ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഇക്വേഷനും സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താകും? ഒരേ ഇക്വേഷനായിട്ട് മാറി അല്ലേ? ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒറ്റ ഇക്വേഷൻ ദാറ്റ് ഈസ് x² - 2x is equal to 0 മാത്രം സോൾവ് ചെയ്തെടുത്താൽ മതി. therefore ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എയുടെ വാല്യൂ എന്താണ്? a is equal to 1, b is equal to -2 ആൻഡ് c is equal to c ഉണ്ടോ? കോൺസ്റ്റന്റ് ടേം ഇല്ല. therefore ഒരു ടേം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ടേം എന്തായിരിക്കും? അത് ഒന്നുകിൽ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? 0. therefore ടേമിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടേം ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ആ ടേമിൻ്റെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും. therefore c is equal to 0. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ x is equal to -2 is 2 + or - നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കുറച്ചുകൂടെ ഫാസ്റ്റിൽ ഇത് പറയുന്നത്.
2 plus or minus root of minus 2 square 4 minus 4 into a into c by 2 into 1 which is equal to 2 plus or minus root of 4 minus 4 into 1 is 4 into 0 is 0 by 2 which is equal to 2 plus or minus root 4 by 2 which is equal to 2 plus or minus 2 by 2. സോ നമ്മുടെ കോമൺ ഇക്വേഷനായ എക്സ് സ്ക്വയർ മൈനസ് 2x ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? എ 1 ബി -2 സി 0 എന്നിവ സോർട്ട് ചെയ്തെടുത്തു. അത് ഏത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു? നമുക്ക് ആവശ്യമുള്ള മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ദാറ്റ് ഇസ് മൈനസ് ഓഫ് -2 ഇറ്റ് ഈസ് 2 plus or minus root of b square minus 4 into a into c by 2a is equal to 2 plus or minus root of 4 minus 0 by 2 which is equal to 2 plus or minus root of 4 by 2. ഈ കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് 2 പ്ലസ് ഓർ മൈനസ്, ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എവിടെ കിട്ടില്ല? കാൽക്കുലേറ്ററിനകത്ത് കിട്ടില്ല. ആദ്യം ഈ റൂട്ടിനകത്ത് കിടക്കുന്ന വാല്യൂ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ആ റൂട്ട് കാണണം. റൂട്ട് ഓഫ് 4 എത്രയാണ്? 2 ആണ്. ഇത്രയും സെക്ഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ആദ്യം പ്ലസ് ഇട്ട് കാൽക്കുലേറ്റർ ചെയ്യുക, പിന്നീട് മൈനസ് ഇട്ട് കാൽക്കുലേറ്റർ ചെയ്യുക. അപ്പോൾ ആദ്യം കാൽക്കുലേറ്റർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡിസ്ക്രിമിനൻ്റിൻ്റെ വാല്യൂ, റൂട്ടിന് അകത്ത് കിടക്കുന്ന ഡിസ്ക്രിമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. അതിനുശേഷം ബാക്കിയെല്ലാം അതേപടി എഴുതിയതിന് ശേഷം റൂട്ട് വാല്യൂ എടുത്തെഴുതുക. റൂട്ട് കണ്ടുപിടിച്ച ശേഷം അത് എടുത്തെഴുതുക. അതിന് ശേഷം മാത്രം എന്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക? ഓപ്പറേഷൻസ് ആയി പ്ലസിനെയും മൈനസിനെയും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. therefore x is equal to 2 plus 2 by 2 or 2 minus 2 by 2. therefore x is equal to 2 plus 2 4 by 2 or x is equal to 2 minus 2 0 by 2. therefore x is equal to 2 or x is equal to 0. therefore നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച്, അതായത് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 49 മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 16 ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ദയവ് ചെയ്ത് ഒരു പേനയും പേപ്പറും കൈ കരുതുക. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ദയവ് ചെയ്ത് ലെക്ചർ നോട്ട്സാണ് ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക? ചെയ്തു പോവുക. ഇതെന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കാൻ എന്ത് പറ്റില്ല? ഈ സെക്ഷനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അല്ലെങ്കിൽ പേപ്പറുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ചുമ്മാ കേട്ട് കളയാതെ ചെയ്ത് കൂടെ നോക്കാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.